ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ അമ്മയുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവിടുന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ ഇതൊക്കെ കേട്ടോ, പച്ചക്കറികൾ. അമ്മ ഇതൊക്കെ അമ്മയുടേതായിട്ടുള്ള ചില വളപ്രയോഗങ്ങളൊക്കെ ചെയ്ത് വളർത്തിയെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് വഴുതനങ്ങയും അതുപോലെ ഒരു കൊച്ചു വെള്ളരിക്കയും ഒരു കൊച്ചു പടവളങ്ങയും ഉണ്ടായിരുന്നു, കുറച്ച് വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു. ഇതൊക്കെ അമ്മയുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, വാന്ന് പറഞ്ഞ് വിളിച്ച് അങ്ങനെ പോയി വാങ്ങിയതാണ്. അപ്പോൾ ഇതാ ഇങ്ങനെ ഇരിക്കുന്ന ഈ സാധനം എന്താണെന്നല്ലേ, ഇത് ഒരു തേട് അല്ലെങ്കിൽ ഏട്ടാന്ന് പറയും. ഇവനെ വെട്ടിയെടുക്കാനും പാടാണ്, ഇവനെ തേച്ച് വെളുപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കി എടുക്കണം, അല്ലെങ്കിൽ ഭയങ്കര മണവുമാണ്. അപ്പോൾ അവനിതാ സ്ക്രബ്ബർ ഇട്ട് ഞാൻ നല്ലപോലെ തേച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ഇതാ ഉലുവ ഇട്ട് പൊട്ടിയിട്ടുണ്ട്, ഒരു അരക്കപ്പ് കൊച്ചുള്ളി ചതച്ചതും വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും ഒരു 4 പച്ചമുളകും കൂടെ ഇട്ട് നല്ല കണക്കൊന്ന് മൂത്ത് വരട്ടെ. അപ്പോഴത്തേനും ഒരു വലിയ തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേനും അതിലേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് ഒരു 3 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും. എന്നിട്ട് അവനൊന്ന് നല്ലപോലെ മൂത്ത് വരട്ടെ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് മൂപ്പിക്കണം, ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്നിട്ട് ഇത് ആവശ്യത്തിനുള്ള വെള്ളവും ഇത്തിരി പുളി തോനിയേ വേണം, കുടംപുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തിളച്ച് വരുമ്പോൾ നമ്മുടെ ഏട്ട കഷ്ണങ്ങളെ കുട്ടപ്പനാക്കി എല്ലാം വെച്ചിട്ടുണ്ട്, എല്ലാം പെറുക്കി ഇടുന്നുണ്ട്. ഈ മീൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, പക്ഷേ നമ്മൾ അതുപോലെ അതിനെ ക്ലീൻ ചെയ്തെടുക്കണം, അതിലാണ് കാര്യം. അവൻ്റെ വയറ്റിലിരുന്ന മുട്ടയാണ്, അതൊരു സൈഡിലേക്ക് വെച്ചേക്കുന്നത്. ചക്കുവിന് അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്, എൻ്റെ ഫ്ലേവർ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു 1/4 സ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അവിടെ ഇരുന്ന് അങ്ങോട്ട് തിളക്കട്ടെ. അത് തിളച്ച് പറ്റി വരുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ സൂപ്പർ കറി റെഡിയാണ്. അപ്പോൾ ആ വെള്ളരിക്ക എടുത്ത് ഞാൻ മോര് കാച്ചിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോര് കറിക്കായിട്ട് അതും 4 പച്ചമുളകും കൂടെ വേവാൻ വെച്ചിട്ടുണ്ട്, ഉപ്പിട്ട്. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു 3-4 കഷ്ണം കൊച്ചുള്ളിയും ഒരു 1/4 സ്പൂൺ ജീരകവും ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതിനൊക്കെ ഒരു 1/4 സ്പൂൺ ഉലുവാപ്പൊടിയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോഴത്തേനും ഇവിടുത്തെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. അതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുത്ത് തീ കുറച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് മിക്സിയുടെ ജാറ് നല്ലപോലെ തൈരൊന്ന് അടിച്ചുടച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ കടുക് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുള്ളി കടുക് വറുത്ത് അതിലേക്ക് ഒഴിക്കുക. ഇത്തിരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഒരു കളറിന്. അപ്പോൾ വെള്ളരിക്കാൻ മോര് റെഡിയാണ്. അപ്പോൾ ഇത്തിരി വെള്ളം തിളയ്ക്കുമ്പോഴത്തേനും അതിലേക്ക് ഞാൻ കുറച്ച് കപ്പ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് താളിച്ചെടുക്കുന്നേ ഉള്ളൂ, അരപ്പുകളൊന്നുമില്ല കേട്ടോ. അപ്പോൾ കടുക് പൊട്ടിച്ചിട്ടുണ്ട്, ഒരു അരക്കപ്പ് കൊച്ചുള്ളി അരിഞ്ഞതും ഒരു 3-4 പച്ചമുളക് അരിഞ്ഞതും ഇത്തിരി കറിവേപ്പിലയും കൂടെ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തിട്ട് നമ്മളിത് ഈ ഊറ്റിയെടുത്ത കപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തവി വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കണേ. അപ്പോൾ വെളിച്ചെണ്ണ ഒരിത്തിരി മുന്നിട്ട് നിന്നാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് ഉടച്ചെടുക്കുക. അതൊന്ന് ഉടയ്ക്കുമ്പോൾ നല്ല മണമാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റുമാണ്. നമ്മൾ അരപ്പിട്ടെടുക്കുന്ന കപ്പയുടെ ടേസ്റ്റും ഇതും രണ്ടും രണ്ടാണ്. അപ്പോൾ അത് നല്ല കണക്ക് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ, അടിപൊളിയല്ലേ. അപ്പോൾ ചോറ് എടുക്കുന്നുണ്ട്. വഴുതനങ്ങ മെഴുക്ക് പുരട്ടി വെച്ചതാണ്. അതുപോലെ തന്നെ ചീനി താളിച്ചുടച്ചെടുത്തതും. പിന്നെ ഏട്ടയുടെ തല അതാണ് എടുക്കുന്നത്. തേട് ഏട്ട അതിൻ്റെ തല. എന്നിട്ട് ഒരു കഷ്ണം കൂടെ എടുക്കുന്നുണ്ട്. എന്നിട്ട് കാച്ചിയും മോരും കൂടെ ഒഴിക്കുന്നുണ്ട്. നല്ലൊരു കോമ്പിനേഷനായിരുന്നു. അങ്ങനെ ഇന്നത്തെ ഊണ് നല്ല അടിപൊളിയായിട്ട് തൃപ്തിയായിട്ട് കഴിച്ചു. അങ്ങനെ അപ്പോൾ ഇന്ന് രാവിലെ വാങ്ങിയതാ 2 ചെടികൾ. ആദ്യം കണ്ടതും ഇത്. എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.